ആ സ്റ്റെപ്പ് മേലെ അടിക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ പറയുക നമ്മളെ അവിടെ ചിലമൊക്കെ ലാൻഡിങ് കാണിച്ചു കൊടുത്താണ്. ആ ലാൻഡിങ് അതാ, ആ ലാൻഡിങ് നമുക്ക് ഈ ഒരു ഇവിടെ കാണിച്ചു കൊടുത്തലാങ്ക ഈ ഒരു ഗ്യാപ്പ് ഇതാ, ഇത് എത്ര 3 ഇഞ്ച് അല്ല അന്ന് ഗ്യാപ്പ് വെച്ചില്ലേ? എത്ര വെച്ചിരുന്നേ? 2 ഇഞ്ച് ഗ്യാപ്പ്. അപ്പൊ എന്താണ് ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. ഈ 2 ഇഞ്ച് ഗ്യാപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇപ്പൊ ഇവിടെ ഇതിനൊരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ മാറി കൊടുത്താ ഇതിനൊരു പ്രൊജക്ഷൻ എന്താ ഇവിടെ? ഇതേ പ്രൊജക്ഷൻ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇങ്ങോട്ട് വരിക. ഈ പ്രൊജക്ഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇവിടെ ഇങ്ങനെ വരണട്ടാ, ഈ സാധനം ഇങ്ങനെ വരണം. മനസ്സിലായില്ല? ആ, ഇങ്ങനെ വന്നാലാണ്, അതായത് ഈ സ്റ്റെപ്പ് പൊങ്ങി പിന്നെ ഇങ്ങോട്ട് നേരെ കൊത അടിച്ച് ഇങ്ങോട്ട് ആക്കണട്ടാ. ഈ കൊത ബാക്കിക്ക് നിന്നാ അതിന്റെ ഭംഗിയൊക്കെ പോട്ടാ. ഈ എന്ത് ചെയ്യണം? ഇതിന് പാരലായിട്ട് തൂക്കിന് വെക്കുക. അവിടുത്തെ അളവൊക്കെ ഇവിടുത്തെ അളവൊക്കെ നൂല് വെക്കണം. ഇത് നോക്കണ്ട, വാർപ്പ് ഇപ്പൊ നമ്മൾ ചെറിയ മാറ്റങ്ങളാണ്ട് കൊണ്ടൊക്കെ ഉണ്ടാവും കേട്ടാ. നൂല് വെക്കുക. ഏതെങ്കിലും ഒരു ജംഗ്ഷന് അവിടുന്ന് എവിടെന്നെങ്കിലും അളവ് കൊടുത്തിട്ട് നൂല് വെക്കുക. കറക്റ്റ് ആ നൂലുമെന്ന് ഇതാ 2 ഇഞ്ച് കറക്റ്റ് ഇങ്ങോട്ട് വെക്കുക, സൈഡാണ്ട് വെക്കുക. എന്നിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ അടിച്ച് പോയി കഴിഞ്ഞാൽ 16.5 സെന്റിമീറ്ററിന് സ്റ്റെപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് കറക്റ്റ് 16 സെന്റിമീറ്ററിന് അടിക്കുക. സ്റ്റെപ്പ് കറക്റ്റ് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ച് എന്ത് ചെയ്യും നമുക്ക് സ്ലാബ് പോവും. കമ്പിന്റെ അളവ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 1, 2, 3. അപ്പോൾ ഒരു 3.5, 3.25 ഇഞ്ച് എന്തുണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെ ഒഴിവ് കിട്ടും. കറക്റ്റ് ഒഴിവ് കിട്ടും. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യേണ്ടി. ബാക്കി ഞാൻ എന്തെങ്കിലും തരാം, അപ്പൊ പറഞ്ഞു കേട്ടോ.